Nisa, gagari resa, nisa, gagari resa, nisa, mama gagari nisa, mama gagari nisa, gagari resa, nisa, gagari resa, nisa, mama gagari nisa, mama gagari. എന്തോടോ? അതിന്റെ അമ്മാവനാ. വാ വേഗം പോകാം. അഴിമതി ഇല്ലാത്ത ഇന്ത്യയെ ഉണ്ടാക്കാൻ പറ്റില്ല സാർ. എന്തിനോട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? എന്താ സാർ ഏതാ സാർ ആവശ്യമില്ലാത്ത ചോദ്യം? രാജ്യം മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കിടക്ക. പാർലമെന്റ് 8 തവണയായി മുടങ്ങിക്കിടക്കുന്നു. പാർലമെന്റിൽ വരെ ഡെയിലി വഴക്കുണ്ടാക്കുമ്പോ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യാനാടോ? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഴിമതി ഇല്ലാതാക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് സാർ. അല്ല, താനെന്ന സ്റ്റേഷനിൽ എന്തോ വഴക്കുണ്ടാക്കി ഷർട്ടൊക്കെ കീറി നിന്നില്ലേ? എന്താ സംഭവിച്ചത്? സാറേ അതൊന്നുമില്ല സാറേ. എന്റെ പാർട്ടിയുടെ ഒരു കേസ് ഞാൻ അവന്റെ അടുത്ത് കൊടുത്ത് ഡീൽ ചെയ്യാൻ പറഞ്ഞു. അവൻ ഞാൻ തന്നെ അറിയാതെ 20,000 രൂപ അടിച്ചു മാറ്റി സാറേ. അടിച്ചു മാറ്റിയ എനിക്കും കുറച്ച് തരണ്ടേ സാറേ? അത് ചോദിച്ചപ്പോ അവന് ദേഷ്യം വരുന്നത് സാറേ. അതുകൊണ്ട് അവന്റെ മുഖത്തിട്ട് ഞാനൊരു കുത്തുകുത്തി. താനൊക്കെയാണോ നാട് നന്നാക്കാൻ പോകുന്നേ? തന്റെ ലെവൽ വെച്ച് തന്നെ താൻ 2 വീട് വാങ്ങിയില്ലടോ. അത് തന്റെ ശമ്പളം. അതാ സാറേ ഞാൻ ചോദിക്കുന്നത്. എന്റെ ലെവലിൽ തന്നെ ഞാൻ കൈക്കൂലി വാങ്ങി 2 വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് എത്ര വാങ്ങിച്ച് സെറ്റിൽ ആയിട്ടുണ്ടാവും? ആ ഒരു ആകാംക്ഷ കൊണ്ടാ ചോദിക്കുന്നത്. കാശൊക്കെ എവിടുന്ന കിട്ടുന്നെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ സാറേ മറുപടി ഒന്നും പറയാത്ത? ഞാൻ സിംഹക്കുട്ടിയാ. തന്നെ പോലെ വൃത്തികെട്ടവനൊന്നുമല്ല. ഞാൻ അഭിമാനമുള്ളവനാ. ആ പിന്നെ എന്ത് അഭിമാനം? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാവി വധു അതാ അവിടെ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടാ. ഇവിടെ അവിടെ വണ്ടി നിർത്തണോ? വണ്ടി നിർത്ത്. ആ നിർത്താൻ. താനെന്തോ നേരത്തെ പറയാത്തെ? അത് നിങ്ങൾ കാണണ്ടെന്ന് വെച്ചാണ് ആവശ്യമില്ലാതെ ഞാൻ രാജ്യത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നത്. നിങ്ങൾ അഭിമാനം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. വണ്ടി തിരിക്കണോ? സാറേ വേണ്ട സാറേ. പൊതുസ്ഥലത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ദേഷ്യം വരാത്ത പെണ്ണിനും ദേഷ്യം വരും. ഇപ്പൊ എനിക്ക് മാത്രം അറിയാവുന്ന സംഗതി നാളെ നാട് മുഴുവൻ പരക്കും. എടോ മിണ്ടാതെ വണ്ടി ഓടിക്കേ. ആ വിട് വിട്. അല്ല ചേച്ചി, നിങ്ങളുടെ മോളെവിടെ? എന്തേ അമ്പലത്തിൽ പോയിരിക്കുവാ? അവൾ അമ്പലത്തിലേക്കൊന്നുമല്ല പോയത്. ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ നീയും എന്നോട് നുണ പറയാൻ തുടങ്ങിയല്ലേ? സിംഹമാണോ ഇപ്പൊ എങ്ങനെ നാണം കെടാൻ പോകുന്നെന്ന് കണ്ടോ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ വീണ്ടും അവന്റെ കൂടെ കറങ്ങാൻ വിട്ടേക്കോണോ? ഞാൻ പറഞ്ഞാ നിങ്ങൾക്കൊന്നും ഒട്ടും വിലയില്ലല്ലേ? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ശരിയാണെങ്കിൽ ഞാനല്ല ഈ നാട്ടുകാർ ചോദിക്കുന്നതിന് പോലും ഒരു ന്യായം വേണം. എനിക്ക് അവകാശമുള്ളതാ. നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട് അവള് പിറന്നതിന് ശേഷം കാതുകുത്ത് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്ത മാമന് അവളെ കല്യാണം കഴിക്കാൻ അവകാശമില്ലേ? നമ്മൾ വെച്ച മരം എന്ത് ചെയ്യണമെന്ന് മരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവളൊരു മരമൊന്നുമല്ല. ഇത് മനസ്സുകൾ സംബന്ധമുള്ള കാര്യമാണ്. നീ അവളും തമ്മിൽ എത്ര പ്രായവ്യത്യാസമുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. 2 കുട്ടികളുണ്ടായി തീരില്ലേ? എടീ നീ എങ്ങോട്ട് ആരെങ്കിലും കിളിയെ വളർത്തി കുരങ്ങന്റെ കൈ? പെരുമാളെ ഇത് ശരിയല്ല, തെറ്റാണ്. നിനക്ക് 4 പേരുടെ മുമ്പിൽ കല്യാണം ചെയ്ത് വെച്ചല്ലേ? നിന്റെ കൂടെ ജീവിക്കാൻ വന്ന പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് നീ പറഞ്ഞു വിട്ടവനല്ലേ? അതുകൊണ്ടല്ലേ 2 ഗ്രാമങ്ങൾ തമ്മിൽ വഴക്കായി ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നത്. ഓർമ്മയുണ്ടോ നിനക്ക്? ഈ ഗ്രാമത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല പെണ്ണാടാ ഇത്. അതിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. നിന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലല്ലോ, വിട്ടുകളാ. തന്റെ ഭാര്യക്ക് തന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നേ. എന്നിട്ട് അവര് ജീവിക്കുന്നില്ലേ? എടി എന്നെ ഇഷ്ടമല്ലെന്ന് നീ ഇവനോട് പറഞ്ഞോ? ഏർപ്പോഴത് ഇനിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. അടുത്ത ആഴ്ച തന്നെ കല്യാണം നടക്കണം. അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണോ? ഞങ്ങൾ 2 പേരും മാത്രം വേണമെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചോ? ഇനി എന്നെ പറ്റിക്കാനാണ് അമ്മയും മോളും വിചാരിക്കുന്നെങ്കിൽ 2 ഞാൻ വെറുതെ വിടില്ല. വീട് പൂട്ടി 2 അകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിക്കും. മോള് പേടിക്കണം മോളെ. നീ 4 പേരെ വിളിക്കേ, നമുക്ക് അവരോട് സംസാരിക്കാം. ആരെ വേണമെങ്കിലും വിളിച്ചോ, അറിയാവുന്നവരൊക്കെ വിളിച്ചോ. ഒളിച്ചോടി നാട് വിട്ടുപോയ പ്രണയ ജോഡികളെ കണ്ടുപിടിച്ച് പഞ്ചായത്തിൽ വെച്ച് തീരുമാനമെടുത്തതിന് ശേഷം അവര് മരത്തിൽ കെട്ടിത്തൂങ്ങിയില്ലേ? എന്നിട്ട് നാട്ടുകാരെ അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. ആ കേസ് ഞാൻ തന്നെയാ ഡീൽ ചെയ്യുന്നേ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അകത്തിടും. ഇനി മേലാൽ എന്റെ കാര്യത്തിലെങ്കിലും തലയിട്ടാലുണ്ടല്ലോ.
മറ്റു മാർഗമില്ല എന്നിട്ടാ. നീ ഫോറിനിൽ പോയിട്ട് വന്ന് ഇവിടെ കല്യാണം കഴിക്കുന്നത് വരെ എന്റെ ആങ്ങൾ ഇവിടെ വെറുതെ വിടില്ല. രജിസ്റ്റർ ഓഫീസിൽ പോയി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വിട്ടിട്ട് പോ. അതിനുശേഷം ഞാൻ നോക്കിക്കോളാം. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, പ്രതിസന്ധിയായിരിക്കും തീരുമാനിക്കുക. പറയുന്നത് ശരിയാ, പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരെങ്കിലും കാണും. പോയിക്കോളൂ. മോളെ, അമ്മയ്ക്ക് എന്നോടൊപ്പം വന്നൂടെ? സ്വന്തം മോളെ ഇതുപോലെ പറഞ്ഞു വിടുന്ന ആദ്യത്തെ ഞാനായിരിക്കും. ഞാൻ ഒപ്പം വന്ന നാട്ടുകാരെന്തെല്ലാം പറഞ്ഞു വരുന്നു. വേണ്ട മോളെ, വേഗം പോയിക്കോളൂ. മോനെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ പറഞ്ഞു വിടുന്നത്. അവളെ നന്നായി നോക്കണം. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ? ഇല്ല മോളെ, നീ സന്തോഷമായിട്ടിരുന്നാ മതി. എന്നാ സന്തോഷത്തോടുകൂടി നിന്നെ കല്യാണം ചെയ്യാൻ പറ്റത്തൊരു ശരി. ആരെങ്കിലും കാണുന്നതിന് മുന്നേ നിങ്ങൾ പോയിക്കോ. നന്നായി വരും മോനെ. നിങ്ങളുടെയൊക്കെ നാട്ടില് ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയാണോ? ശരി, എന്തായാലും സാരമില്ല, ഞാനുണ്ടല്ലോ. നാളെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം, ഓക്കെ അല്ലേ? എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം. എന്തിനാടാ? എങ്ങാനും അവര് കണ്ടുപിടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. ശരിയടാ, ഇപ്പൊ എന്താ ഹോട്ടലിൽ പോണോ? ഹോട്ടലിലൊക്കെ പോയാൽ ശരിയാവില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കറിയാവുന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന കേക്ക് അങ്ങോട്ട് പോവാം. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്താ, നിനക്ക് ഓക്കെ അല്ല? പോവാം. റൂം തുറന്നിരിക്കല്ലേ? എപ്പോഴും തുറന്നു വയ്ക്കൂ ആരെങ്കിലും. നീ തുറന്നിരിക്കുക, ഞാൻ വന്നേക്കാം. ആ ശരി.
വാച്ച്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാ. അവനെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരിയടാ. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നാളെ നിങ്ങളുടെ വിവാഹമാണ്. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വരാം. ശരിയല്ലേ? കുളിച്ചിട്ട് റെസ്റ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിച്ചോണ്ട് വരാം. പേടിക്കണ്ട കേട്ടോ.